നമസ്കാരം. നമ്മുടെ ശരീരം തന്നെ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന പല അസുഖങ്ങളുടെയും ലക്ഷണങ്ങൾ തുടക്കത്തിലേ കാണിച്ചു തരാറുണ്ട്. പലപ്പോഴും നമ്മളിത് മനസ്സിലാക്കാതെ പോകുന്നതാണ് രോഗം മൂർച്ഛിക്കാനുള്ള കാരണം. തുടക്കത്തിലേ ചികിത്സിച്ചാൽ വളരെ വേഗത്തിൽ മാറ്റം വരുത്താനും പറ്റും. അതിലൊന്നാണ് പീഡലെഡിമ അല്ലെങ്കിൽ കാലിൽ വരുന്ന നീരെന്നുള്ളത്. നീരിനെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഇഫക്റ്റീവായിട്ടുള്ള 5 ടിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത്. ഒരു പിടി മുരിങ്ങയില, ഒരു പിടി വാളൻപൊടിയുടെ ഇല, അതുപോലെ എരിക്കിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതൊരു 3 ഇല അല്ലെങ്കിൽ ഒരു 5 ഇല, ഈ ഒരു അളവിലാണ് എടുക്കേണ്ടത്. ഇത് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വെട്ടിത്തിളക്കുക. അതിനുശേഷം അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് കാലിന് പറ്റുന്ന ഒരു ചൂടിലേക്ക് മാറണം. നല്ല ചൂടും പാടില്ല. എന്നിട്ട് അല്പം കല്ലുപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഒരു തോർത്ത് കൊണ്ടോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി കൊണ്ടോ ഒക്കെ തന്നെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ചൂട് പിടിക്കില്ലേ, ആ രീതിയിൽ ആ ഭാഗത്ത് നിങ്ങൾക്കൊന്ന് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ തന്നെ ഒരു 7 ദിവസമൊക്കെ ചെയ്താൽ വളരെ നല്ല മാറ്റം കിട്ടും. കറുത്ത വട്ട് ആയുർവേദ കടകളിലൊക്കെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇതൊന്ന് നന്നായിട്ട് അലിയിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് നിങ്ങൾ ഇതിൽ ചേർക്കുകയാണെങ്കിൽ തന്നെ അരിക്കാടി ഉണ്ടല്ലോ, നമ്മൾ അരി കഴുകിയിട്ടുള്ള വെള്ളം, അതല്പം എടുത്താൽ മതി. ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് ഈ വെള്ളം ഒഴിച്ച് വെച്ച് അതൊന്ന് കുതിർക്കുക. നന്നായിട്ട് പേസ്റ്റ് പോലെ അത് കുതിർന്ന് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അത് നന്നായിട്ട് പേസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള മാത്രം ചേർക്കുക. വെള്ളയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂണ് ജടാമയാതി ചൂർണവും കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയെടുത്ത് ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കോര ക്ലോത്തിലോ കോട്ടൻ്റെ തുണിയിലോ എന്തിലെങ്കിലും നിങ്ങൾ ഒന്ന് പേസ്റ്റ് അപ്ലൈ ചെയ്തിടുക. എന്നിട്ട് നിങ്ങൾക്ക് നീരുള്ളതും അല്ലെങ്കിൽ വേദനയുള്ള ഭാഗം ഏതാണോ ആ ഭാഗത്ത് ഇതൊന്ന് ഈ തുണി അതുപോലെ തന്നെ വിരിച്ചിട്ട് അതിന് മുകളിൽ ഒരു കെട്ടുകൂടെ കെട്ടിക്കഴിഞ്ഞാൽ, വളരെ ടൈറ്റായിട്ട് കെട്ടേണ്ടതില്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ആശ്വാസം കിട്ടും. തൊട്ടവാടി അല്ലെങ്കിൽ മൈമോസ പിടിക്കയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. ലജ്ജാലു എന്നാണ് ഇതിനെ സംസ്കൃതത്തിൽ പറയുന്നത്. ഈ തൊട്ടവാടിയുടെ വേരടക്കം തന്നെ എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലൊക്കെ തന്നെ ഇട്ട് ഒരു സ്പൂൺ കല്ലുപ്പും കൂടെ ചേർക്കാം. ഒരു പിടി ഇല മതി. അതിലേക്ക് ഈ ഒരു കല്ലുപ്പും ചേർത്തിട്ട് ആദ്യം നന്നായി ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം അല്പാൽപമായിട്ട് അരി കഴുകിയ വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ അരിക്കാടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട്, ഒത്തിരി ലൂസായി പോകരുത്, പേസ്റ്റ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം ഇത് ആ നീരുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നീര് വലിയുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു ടീസ്പൂണ് ഞെരിഞ്ഞിൽ ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് ആ വെള്ളം 2 നേരമാക്കി കുടിക്കുന്നു.